അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഴിവിളക്കിലെ സുആൽ ജവാബിലേക്ക് പയ്യോളിയിൽ നിന്നും നൗഫൽ അയച്ചിട്ടുള്ള ചോദ്യം: അഹ്ലുൽ ഖിബ്ല എന്താണ്? അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എല്ലാവരെയും തുടർന്ന് നമസ്കരിക്കാമോ എന്നതാണ്. ഈ ചോദ്യത്തിന് നൽകാനുള്ള വളരെ ചുരുങ്ങിയ മറുപടി തെളിവ് സഹിതം പിന്നീട് വിശദീകരിക്കാം. അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പറയുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട എല്ലാ ആളുകളെയും തുടർന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഒരു നിബന്ധനയുണ്ട്: ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാതിരിക്കണം. അതായത് വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം അവരെ തുടർന്ന് നമസ്കരിക്കാവുന്നതാണ്. ഇനി തെളിവുകൾ സഹിതം ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ അഹ്ലുൽ ഖിബ്ല എന്ന വാക്ക് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടില്ല എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ അത് ശരിയല്ല. ഹദീസിൽ തന്നെ അഹ്ലുൽ ഖിബ്ല എന്ന വാക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഖിബ്ലയെ അഭിമുഖീകരിക്കുന്ന ആളുകൾ എന്ന വാക്കും ഹദീസിൽ വന്നിട്ടുണ്ട്. കഅബാലയത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ അൽ ബൈത്തിന്റെ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിലും പരാമർശിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള 391 നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു: മൻ സ്വല്ല സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലികൽ മുസ്ലിം. നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബ്ലയെ അഭിമുഖീകരിക്കുകയും നാം അറുത്തത് തിന്നുകയും ചെയ്യുന്നവൻ അവനാകുന്നു മുസ്ലിം. ഈ ഹദീസിലുള്ള വാക്കാണ് അഹ്ലുൽ ഖിബ്ല എന്ന പ്രയോഗം വരാനുണ്ടായ കാരണം. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച നമസ്കാരം നമസ്കരിക്കുക. രണ്ടാമത്തേത്, ഖിബ്ലയെ അഭിമുഖമായി സ്വീകരിക്കുക. അതിനു പുറമെ മുസ്ലിങ്ങൾ അറുത്തത് തിന്നുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നവൻ അവനാകുന്നു മുസ്ലിം. അപ്പോൾ ഇവിടെ ഖിബ്ലക്ക് അഭിമുഖമാകുക എന്ന ഒരു പരാമർശം ഉള്ളതുകൊണ്ട് അതിൽ നിന്നാണ് ഖിബ്ലയുടെ ആളുകൾ എന്ന അഹ്ലുൽ ഖിബ്ല എന്ന പ്രയോഗമുണ്ടായത്. ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്റക് 2/290 അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. നരകക്കാരായ ആളുകൾ നരകത്തിൽ ഒരുമിച്ച് കൂടും. അവരോടൊപ്പം അള്ളാഹു ഉദ്ദേശിച്ച അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കും. അവർ ചോദിക്കും: മാ അഗ്ന അൻകും ഇസ്ലാമുക്കും വഖദ് സിർതും മഅനാ ഫിന്നാർ. നിങ്ങളുടെ ഇസ്ലാം നിങ്ങൾക്ക് യാതൊരു ഐശ്വര്യവും നൽകിയില്ലേ? നരകത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളുമായി തീർന്നുവോ? ഖാലു കാനത് ലനാ ദുനൂബുൻ ഫൗഖിദ്നാ ബിഹാ ഫസമിഅ അല്ലാഹു മാ ഖാലു. നരകത്തിലെത്തിപ്പെട്ട അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട ആളുകൾ പറയും: ഞങ്ങൾക്ക് കുറെ പാപങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടതാണ്. അള്ളാഹു ഈ വാക്ക് കേൾക്കുകയും അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഅമറ ബിമൻ കാന ഫിന്നാരി മിൻ അഹ്ലിൽ ഖിബ്ല ഫഉഖ്രിജു. അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന് നരകത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അള്ളാഹു കൽപ്പിക്കുകയും അങ്ങനെ അവർ നരകത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ള അഹ്ലുൽ ഖിബ്ലയെ സംബന്ധിച്ച പ്രയോഗം. ഈ ഹദീസിൽ അഹ്ലുൽ ഖിബ്ല, അപ്പോൾ അവർ നരകത്തിലെത്തിപ്പെട്ടു പാപങ്ങൾ കാരണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കില്ലാത്ത പാപങ്ങളാണ് അവരുടേത് എന്നതുകൊണ്ട്, തൗഹീദിന്റെ ആളുകളാണ് എന്നതുകൊണ്ട് അവരെ നരകത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അഹ്ലുൽ ഖിബ്ല എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഹദീസിൽ ഖിബ്ലക്ക് അഭിമുഖമായി നമസ്കരിക്കുന്നവർ എന്ന പ്രയോഗവും വന്നു. ഇതിൽ നിന്നാണ് അഹ്ലുൽ ഖിബ്ല എന്ന പേര് ഉണ്ടായത്. എന്നാൽ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള നമസ്കാരവും ഖിബ്ലയെ അഭിമുഖീകരിക്കലും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുക എന്ന കാര്യങ്ങൾ മാത്രമുണ്ടായാൽ അവർ അഹ്ലുൽ ഖിബ്ലയിൽ പെടുമോ എന്ന് പരിശോധിക്കാം. ഇല്ല എന്നാണ് ഇമാം ബുഖാരി തന്നെ നേരത്തെ ഹദീസ് ഉദ്ധരിച്ച അനസ് മാലിക്കിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 392 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ ആരാണ് അഹ്ലുൽ ഖിബ്ല, അവർക്ക് ഈ കർമ്മങ്ങൾ മാത്രം മതിയോ, അതിനപ്പുറം വിശ്വാസം ആവശ്യമുണ്ടോ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു: ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫൈദാ ഖാലൂഹാ വസല്ലൗ സലാത്തനാ വസ്തഖ്ബലു ഖിബ്ലതനാ വദബഹു ദബീഹതനാ ഫഖദ് ഹറമത് അലൈനാ ദിമാഉഹും വഅംവാലുഹും ഇല്ലാ ബിഹഖിഹാ വഹിസാബുഹും അലല്ലാഹ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബ്ലയെ അഭിമുഖീകരിക്കുകയും നാം അറവ് നടത്തുന്ന അതേ രീതിയിൽ അവർ അറവ് നടത്തുകയും ചെയ്താൽ അവരുടെ രക്തം പവിത്രമായിരിക്കുന്നു, അവരുടെ സമ്പത്തും. ഇല്ലാ ബി ഹഖിഹ, അതിന്റെ അവകാശം കൊണ്ടല്ലാതെ
എന്ന് പറഞ്ഞാൽ അതിന് രക്തം അനുവദനീയമാകുന്ന ഘട്ടങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അതില്ലെങ്കിൽ അവരുടെ രക്തവും സമ്പത്തും പവിത്രമാണ്. വഹിസാബുഹും അലല്ലാ, അവരുടെ വിചാരണ അള്ളാഹുവിന്റെ മേലാണ്. ഇതേപോലെ 393 നമ്പർ ഹദീസിലും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മൈമൂൻ ബിൻ സിയാഹ് ചോദിച്ച ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടി, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുകയും നമ്മുടെ ഖിബ്ലക്ക് അഭിമുഖീകരിക്കുകയും നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഫഹുവൽ മുസ്ലിം, അവനാകുന്നു മുസ്ലിം. ലഹു മാലിൽ മുസ്ലിം, മുസ്ലിമിനുള്ളത് അവനുണ്ട്. വഅലൈഹി മാലൽ മുസ്ലിം, മുസ്ലിമിന്റെ മേലുള്ളത് അവന്റെ മേൽ ബാധ്യതയുമുണ്ട്. അപ്പോൾ വെറും ഖിബ്ലക്ക് അഭിമുഖമായി നമസ്കരിച്ചു എന്നതുകൊണ്ട് ഒരാൾ അഹ്ലുൽ ഖിബ്ലയിൽ പെടുന്നില്ല എന്നാണ് ഇമാം ബുഖാരി തന്നെ അനസ് മാലിക്കിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സാധാരണ ആളുകൾ പറയാറുള്ളത്, നമസ്കരിക്കുകയും കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവരാണ്, അവരെയൊക്കെ മുസ്ലിങ്ങളായി കാണണം എന്ന് പറയാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ പറഞ്ഞതിനെ മറ്റ് 2 ഹദീസുകൾ കൊണ്ട് വിശദീകരിച്ചു. ആ 2 ഹദീസിലും ആദ്യം പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും അത് അംഗീകരിക്കുകയും എന്നിട്ട് നമസ്കാരവും കഅബയും ഒക്കെ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നതാണ്. അപ്പോൾ അടിസ്ഥാനം തൗഹീദാണ്. അതുകൊണ്ട് തന്നെ തൗഹീദുള്ള, നമസ്കാരം നിർവഹിക്കുന്ന, കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, മുസ്ലിങ്ങൾ അറുത്തത് തിന്നുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് അഹ്ലുൽ ഖിബ്ല എന്നത്. മാത്രവുമല്ല, അവർ അഹ്ലു തഖ്വയാണ്, തഖ്വയുടെ ആളുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അഹ്ലുൽ ഖിബ്ല എന്ന് പ്രയോഗിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു പ്രയോഗം നമുക്ക് കാണാം. മുശ്രിക്കുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ അംഫാലിലെ 34-ാമത്തെ വചനത്തിൽ വമാ കാനൂ ഔലിയാഅഹു ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുശ്രിക്കുകൾ നമസ്കരിക്കുന്നു, എന്നാൽ അവരുടെ നമസ്കാരം വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുഖാഅം വതസ്ദിയ എന്ന് ഖുർആൻ പറഞ്ഞു. അവരുടെ നമസ്കാരം, കഅബക്കടുത്ത് വെച്ചുള്ള അവരുടെ നമസ്കാരം വെറും ഒരു ചൂളം വിളിയും അതുപോലെ തന്നെ കോലാഹലവുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, വമാ കാനൂ ഔലിയാഅഹു, മുശ്രിക്കുകളായ ആളുകൾ, ഖുറൈശികൾ, അവർ കഅബയുടെ ഔലിയാക്കളല്ല, അള്ളാഹുവിന്റെ ബൈത്തിന്റെ ഔലിയാക്കളല്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, ബൈത്തിൻ അൽ ബൈത്ത്, കഅബാലയത്തിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് മുത്തഖികൾ മാത്രമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മുത്തഖികളായ ആളുകളാണ് കഅബാലയത്തിന്റെ ആളുകൾ. അവർ അതിനെ സ്നേഹിക്കുന്നവരും അതിനെ സഹായിക്കുന്നവരും അതിനോട് കൂറുപുലർത്തുന്നവരുമായിരിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ മുശ്രിക്കുകൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരല്ല. അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകളാകുന്നു എന്ന് ഈ ആയത്തും പഠിപ്പിക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഖുർആനിൽ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആ കഅബയുടെ ആളുകൾ എന്ന പ്രയോഗം വന്നിട്ടുണ്ട് എന്നത്. ഈ പറഞ്ഞ 5 ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതിന്റെ ചുരുക്കം, ശരിയായ കറകളഞ്ഞ തൗഹീദുള്ള, തഖ്വയുള്ള, നമസ്കാരം നിർവഹിക്കുന്ന, കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന, മുസ്ലിങ്ങൾ അറുത്തത് ഭക്ഷിക്കുന്ന ആളുകൾ, അവർക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുക. നമ്മുടെ നാട്ടിൽ തൗഹീദുള്ള ശരിയായ ആളുകളെ അറുത്തത് തിന്നാത്ത ആളുകൾ കൂടി അഹ്ലുൽ ഖിബ്ലയാണെന്ന് സ്വയം അവകാശപ്പെടുകയോ അവരെ കൂടി അഹ്ലുൽ ഖിബ്ലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളുണ്ട് എന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. ഇനി ഇത്തരം ഹദീസുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അഹ്ലുൽ ഖിബ്ലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇമാം തഹാവി അദ്ദേഹത്തിന്റെ അഖീദയുടെ ഗ്രന്ഥത്തിൽ 313-ാമത്തെ പേജിൽ നമുക്ക് കാണാം, അഹ്ലുൽ ഖിബ്ലത്തി മുസ്ലിമൂന മുഅ്മിനൂന. അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ്. വനുസമ്മി അഹ്ല ഖിബ്ലത്തിന മുസ്ലിമീന മുഅ്മിനീന മാ ദാമു ബിമാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തരിഫീൻ വലഹു ബികുല്ലി മാ ഖാലഹു വഅഖ്ബറ മുസദ്ദിഖീൻ. അഹ്ലുൽ ഖിബ്ല എന്ന് നാം പേര് പറയുന്നത് മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ അവർ സത്യപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാലത്തോളം, നബി അറിയിച്ച, നബി പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്യുന്ന കാലത്തോളം. അപ്പൊ അഹ്ലുൽ ഖിബ്ല എന്നത് മുസ്ലിങ്ങൾക്കും മുഅ്മിനുകൾക്കും പറയുന്ന പേരാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും പ്രവാചകൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയും ചെയ്യണം. അവർക്കാണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ കാര്യം മാത്രം അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ 8-ാം വാള്യം 580-ാമത്തെ പേജിൽ അഹ്ലുൽ ഖിബ്ല ഹുമുൽ മുസ്ലിമൂൻ വഇൻ കാനൂ ഉസാതൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും മുസ്ലിങ്ങൾക്കാണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുക. അല്ലെങ്കിൽ അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളാകുന്നു. ലജ്ന ദായിമയുടെ
ഫത്വ 10955 നമ്പർ ചോദ്യത്തിനുള്ള മറുപടിയിൽ ആരാണ് അഹ്ലുൽ ഖിബ്ല എന്ന ചോദ്യത്തിന് അഹ്ലുൽ ഖിബ്ലത്തി ഹുമുൽ മുസ്ലിമൂൻ, അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നത് അവർ മുസ്ലിങ്ങളാണ്. ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുല്ലാഹിബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അന്ന് ആ സമിതിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, ആവർത്തിക്കേണ്ടതില്ല. ഇനി ഒരാൾ ഇങ്ങനെ പറഞ്ഞു വിശ്വസിച്ചു എന്നതുകൊണ്ട് ഈ കൃത്യമായ തൗഹീദിന് ഇസ്ലാമിന് എതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന് പുറത്തു പോകും എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്നതുകൊണ്ട് ഒരാൾ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവനാവുകയില്ല. നേരത്തെ പറഞ്ഞ ഇമാം ത്വഹാവിയുടെ അഖീദയുടെ ഗ്രന്ഥത്തിന് ശർഹ് എഴുതിയിട്ടുള്ള അബുൽ ഇസ് അദ്ദേഹം നേരത്തെ പറഞ്ഞ വാചകത്തിന് 313 പേജിൽ നൽകുന്ന വിശദീകരണം, അഹ്ലു ഖിബ്ലത്തിന എന്നതിന്റെ ഉദ്ദേശം മൻ യദ്ദഇ അൽ ഇസ്ലാം, ഇസ്ലാമിനെ വാദിക്കുന്ന, അതായത് മുസ്ലിമാണെന്ന് വാദിക്കുന്നവനാണ്. വയസ്തഖ്ബിലുൽ കഅബ, കഅബയെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നവനാണ്. വഇൻ കാന മിൻ അഹ്ലിൽ അഹ്വാ, അവർ ഹവന്റെ ആളുകളിൽപ്പെട്ടവരാണെങ്കിലും, ഔ മിൻ അഹ്ലിൽ മആസി, മഅസിയത്തിന്റെ തെറ്റ് ചെയ്യുന്ന ആളുകളിൽപ്പെട്ടവരാണെങ്കിലും, മാലം യുകദ്ദിബ് ബിശൈഇൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിൽ നിന്ന് ഒന്നിനെയും കളവാക്കാത്ത കാലത്തോളം. അപ്പം എന്ത് മനസ്സിലായി? പ്രവാചകൻ കൊണ്ടുവന്നതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ കളവാക്കുകയാണെങ്കിൽ അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞാലും ശരി, കഅബക്ക് അഭിമുഖമായി നമസ്കരിച്ചാലും ശരി, അവൻ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവനല്ല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി 1/592 പറയുന്നത് കാണാൻ സാധിക്കും, ഫമൻ അൽഹറ ശിആറദ്ദീൻ ഉജ്രിയത്ത് അലൈഹി അഹ്കാമു അഹ്ലിഹി, ആരെങ്കിലും ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പ്രകടിപ്പിച്ചാൽ അവന്റെ മേൽ ഇസ്ലാമിന്റെ ആളുകളുടെ വിധി നടപ്പിലാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവനെ മുസ്ലിമായി പരിഗണിക്കും. മാലം യൽഹർ മിൻഹു ഖിലാഫു ദാലിക്, ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് എതിരായതൊന്നും അവനിൽ നിന്ന് പ്രകടമാകുന്നില്ലെങ്കിൽ, പ്രകടമാകാത്ത കാലത്തോളം, അതായത് ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ അവനിൽ നിന്ന് പ്രകടമായാൽ അവനെ അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ടവനായി കണക്കാക്കുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇതേ കാര്യങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ അവനിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഫഇന്നഹു യക്ഫുറു ബിഹി, അതുകൊണ്ട് അവൻ കാഫറായി തീരും. മജ്മൂ ഫത്താവ 20/90. ലജ്ന ദായിമയുടെ ഫത്വയിലും 18415 നമ്പർ മറുപടിയിൽ ഈ കാര്യം കാണാം. ലാക്കിൻ മൻ അമില നാഖിദൻ മിൻ നവാഖിദിൽ ഇസ്ലാം ഫഹുവ കാഫിർ. അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളിൽപ്പെട്ട വല്ലതും ഒരുത്തൻ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ കാഫിറാകുന്നു. ഏതുപോലെ കമൻ യസ്തഗീഥു ബിൽ അംവാത്, മരിച്ചവരോട് ഇസ്തിഗാസ് നടത്തുന്നവനെ പോലെ, ഔ യദ്ബഹു ലഹും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അറവ് നടത്തുന്നവനെ പോലെ, ഔ യസുബ്ബുല്ലാഹ വറസൂലഹു, അല്ലെങ്കിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും ആക്ഷേപിക്കുന്നവനെ പോലെ, ഔ യസ്തഹ്സിഉ ബിദ്ദീൻ വനഹ്വി ദാലിക്, അല്ലെങ്കിൽ മതത്തെ പരിഹസിക്കുന്നത് പോലെ, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ആരെങ്കിലും ചെയ്താൽ കമാ ഔളഹ ദാലിക അഹ്ലുൽ ഇൽമി ഫീ ബാബി ഹുക്മിൽ മുർത്തദ്, മുർത്തദിനെ സംബന്ധിച്ച വിധിയെ സംബന്ധിച്ച അധ്യായത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയതുപോലെ. അപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ ഈ അർക്കാനുൽ ഈമാനിനും അർക്കാനുൽ ഇസ്ലാമിനും വിരുദ്ധമായ കാര്യങ്ങൾ ഒരാളിൽ നിന്ന് ഉണ്ടായാൽ അവൻ ഈ പറഞ്ഞ അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന് പുറത്തു പോകുന്നു. ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഷർഹു തഹാവിയ എന്ന ഗ്രന്ഥം, ഇത്ഹാഫുസ് സായിൽ ബിമാ ഫി തഹാവിയ മിൻ മസായിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 326 പേജിൽ അഹ്ലുൽ ഖിബ്ല ആരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ കക്ഷികൾ എന്ന് പറയുന്നത്, സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇബാറത്തുകൾ വായിക്കാത്തത്, ഒന്നാമത്തെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. യദ്ഖുലു ഫീഹാ ദുഖൂലൻ അവ്വലിയൻ സഹാബത്തു റസൂലില്ലാഹ് വത്താബിഊൻ വതബഉത് താബിഈൻ, ഒന്നാമത്തേത് സഹാബത്തും പിന്നെ താബിഈകളും പിന്നെ അതിനെ പിൻപറ്റി വന്ന താബിഈകളുമാകുന്നു, അങ്ങനെ ആ മാർഗം സ്വീകരിച്ചവരും. രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന എല്ലാവരും, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന എല്ലാ ആളുകളും രണ്ടാമത്തെ വിഭാഗമായി ഇതിൽ പ്രവേശിക്കുന്നതാണ്. ആ കൂട്ടത്തിൽ കാന ഫീഹി മുകഫിറുൻ ബാത്തിനൻ അം ലൈസ ഫീഹി മുകഫിർ,
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതിൽ ബിദ്അത്തിന്റെ ആളുകൾ പെടും, ഹവയുടെ ആളുകൾ പെടും, ലലാലത്തിന്റെ ആളുകൾ പെടും, മുഅ്തസിലിയാക്കളെ പോലെ, ഖവാരിജുകളെ പോലെ, മുർജിയാക്കളെ പോലെ, ഖദരിയാക്കളെ പോലെ, കടുത്ത സൂഫികളെ പോലെ ഇവരൊക്കെ അതിൽ പെടും. മാത്രമല്ല മുനാഫിക്കുകളും ഈ പറഞ്ഞ വിഭാഗത്തിൽ രണ്ടാമതായി ഉൾപ്പെടും. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യം ഇവിടെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഫലാ യുസ്തബാഹു ദമുഹു വലാ യുകഫർ വലാ യുഖ്റജ് മിനദ്ദീനി ഇല്ലാ ഇദാ അതാ മുകഫിറൻ. അപ്പോൾ ഇപ്പറഞ്ഞ ആളുകളൊക്കെ മുഅ്തസിലിയും ഖവാരിജും മുർജിയും സൂഫിയും ഖദരിയും മുബ്തദിയും അതുപോലെ തന്നെ മുനാഫിക്കും ഒക്കെ അതിൽപ്പെടും. എന്നാൽ അവരിൽ നിന്ന് അവർ കാഫറാക്കപ്പെടുകയോ മതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ഇല്ല ഇദാ അതാ മുകഫിറൻ, കാഫറാക്കുന്ന വല്ല പ്രവർത്തനവും അവനിൽ നിന്ന് ഉണ്ടായാലല്ലാതെ. അപ്പൊ വിശ്വാസത്തിന് വിരുദ്ധമായ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ അവൻ അഹ്ലുൽ ഖിബ്ലയിൽ പെടുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം, ഇസ്ലാമിക തത്വങ്ങൾ അംഗീകരിക്കുന്ന ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന ഏതൊരുത്തനും അഹ്ലുൽ ഖിബ്ലയിൽ പെട്ടവനാണ്. എന്നാൽ അവനിൽ നിന്ന് ഇസ്ലാമിന്റെ തത്വങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായാൽ അവർ അഹ്ലുൽ ഖിബ്ലയിൽ പെടുകയില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് വെറും മൻ സ്വല്ലാ സ്വലാത്തന എന്ന ഹദീസ് മാത്രം വെച്ച് എല്ലാ പിഴച്ചവനെയും അതുപോലെ തന്നെ വഴികേടിന്റെ ആളുകളെയും ശിർക്ക് ചെയ്യുന്ന ആളുകളെയും സൂഫികളെയും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹദീസ് വെച്ച് ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്ന് വിവിധ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സമയക്കുറവ് കൊണ്ട് ഇവിടെ വായിക്കുന്നില്ല. അദ്ദുററു സനിയ്യ ഫിൽ അജ്വിബത്തിൻ നജ്ദിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 10-ാം വാള്യം 431 പേജിലും 13-ാം വാള്യം 120 പേജിലും അതുപോലെ തന്നെ ലജ്നാ ദായിമയുടെ ഫത്വയിലെ 18415 നമ്പറിലും ഒക്കെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ അഖീദയുടെ ഗ്രന്ഥം 18-ാം വാള്യം 74 പേജിൽ അദ്ദേഹം പറയുന്നത് ഒരൊറ്റ വാചകം മാത്രം വായിക്കാം. വൈദാ കാന മൻ ദഅ ഗൈറല്ലാഹി വലൗ മറത്തൻ വാഹിദത്തൻ ഫിൽ ഉംറി യകൂനു മുശ്രിക്കൻ മഅ അന്നഹു യദഉ അല്ലാഹ ഫിൽ ലൈലി വൻ നഹാർ فكيف بالذي يلحج دائما بذلك ويقول يا حسين يا بدوي يا عبد القادر يا فلان فيصدر منه شرك كثيرا. ഒരാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ മുശ്രിക്കായി തീരും. അവൻ രാവും പകലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം ഒരു തവണ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താലും അവൻ മുശ്രിക്കായി തീരും. പിന്നെ എങ്ങനെയാണ് നിത്യമായി യാ ഹുസൈൻ, ഹുസൈനെ, ഓ ബദവിയെ, ബദവി ഷഹീദെ, അതുപോലെ തന്നെ അബ്ദുൽ ഖാദിറെ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ധാരാളമായി അവരിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു. പിന്നെ എങ്ങനെ അവൻ മുശ്രിക്കാകാതിരിക്കും എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ചോദിച്ചിട്ടുള്ളത്. ഫൈദാ കാന മൻ ദബഹ ലിഗൈരില്ല ഔ സല്ല ലിഗൈരില്ല യകൂനു മുശ്രിക്കൻ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുകയും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്താൽ അവൻ മുശ്രിക്കായി തീരും. ഫകൈഫ ബിമൻ യൽജഉ ഇലാ ഗൈരില്ല ഫീ കശ്ഫി ശദാഇദ് അല്ലാ യകൂന മുശ്രിക്കൻ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങുന്നതിന് വേണ്ടി അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയം തേടുന്നവൻ പിന്നെ എങ്ങനെയാണ് മുശ്രിക്കാകാതിരിക്കുക എന്നും അദ്ദേഹം ചോദിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതേ ആശയം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്മൂ ഫത്താവ 9-ാം വാള്യം 285 പേജിൽ കാണാം. അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഇൽമിന്റെ ആളുകൾ എന്ന് പറയുന്ന ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നു, ജനങ്ങൾ നിങ്ങൾ കാഫറാക്കരുത്, പാടില്ല, അവൻ ഇസ്ലാം എന്ന് പറയുന്നത് മാത്രം മതി, ഞാൻ മുസ്ലിമാണ് എന്നവൻ പറഞ്ഞാൽ അവൻ എന്ത് പ്രവർത്തനം ചെയ്താലും ശരി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയാലും ശരി, അള്ളാഹുവിനെയും പ്രവാചകനെയും ആക്ഷേപിച്ചാലും ശരി, അങ്ങനെ അവൻ എന്ത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും ശരി, അവൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന കാലത്തോളം അവൻ കാഫറാവുകയില്ല, അല്ലെങ്കിൽ കാഫറാക്കപ്പെടുകയില്ല. അത് പാടില്ല എന്ന് പറയുന്നു ചില ആളുകൾ. അങ്ങനെ വന്നാൽ ആ കൂട്ടത്തിൽ ബാത്തിനിയാക്കളും കറാമിത്തകളും ഖുബൂരികളും റവാഫിദുകളും ഒക്കെ അതിൽ ഉൾപ്പെടും. വയദ്ഖുലു ഫീഹി കുല്ലു മൻ യദ്ദഇ അൽ ഇസ്ലാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു സുബ്ഹാനല്ലാഹ് എന്ന് ആശ്ചര്യം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മൻ സ്വല്ലാ സലാത്തന എന്ന ഹദീസ് വെച്ച് നമ്മുടെ നമസ്കരിക്കുന്ന ഖിബിലക്ക് നേരെ തിരിയുന്ന എല്ലാ ആളുകളും അഹ്ലുൽ ഖിബിലയാണ് എന്ന വാദം ശരിയല്ല എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, അഹ്ലുൽ ഖിബലയിൽപ്പെട്ട എല്ലാ ആളുകളെയും തുറന്ന് നമസ്കരിക്കാമോ എന്നതാണ്. ഇതിന് ഒരൊറ്റ മറുപടി മാത്രമേ പറയേണ്ടതുള്ളൂ. നേരത്തെ പറഞ്ഞതിൽ ആരാണ് അഹ്ലുൽ ഖിബലയിൽ പെടുക, എപ്പോഴാണ് അഹ്ലുൽ ഖിബലയിൽപ്പെട്ട ഒരാൾ അതിൽ നിന്ന് പുറത്താവുക എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ കുത്തുബുൽ അഖീദ 22/15 ഒരു ചോദ്യം,
അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കുകയും ഇസ്തിഗാസ നടത്തുകയും ചെയ്യുന്നവരുടെ പിന്നിൽ വെച്ച് നമസ്കരിച്ചാൽ നമസ്കാരം സാധുവാകുമോ? വഹൽ തസിഹു ഖൽഫ റജുലിൻ യക്ദിബു യതഅമ്മദു അൽ കദ്ബ എന്നിങ്ങനെ ചോദ്യങ്ങൾ തുടരുന്നു. ഇത്തരം ആളുകൾ കളവ് പറയുന്ന, മനഃപൂർവ്വം കളവ് പറയുന്ന ആളുകളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാമോ? തമ്മാടിത്തം ചെയ്യുന്ന ആളുകൾ അവരുടെ പിന്നിൽ നമസ്കരിക്കാമോ? അതിന് മറുപടി ലാ തസിഹു സ്വലാത്തു ഖൽഫ മൻ യസ്തഗീതു ബിൽ അംവാത്. മരിച്ചവരോട് ഇസ്തിഗാസ നടത്തുന്ന ആളുകളുടെ പിന്നിൽ വെച്ച് നമസ്കാരം സാധുവാവുകയില്ല. അപ്പൊ നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ നമസ്കാരം സാധുവല്ലാതായി പോകുമോ എന്നതാണ്. ലിഅന്ന ഹാദാ ശിർകുൻ അക്ബർ യുഖ്രിജു മിനൽ മില്ല. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുക എന്ന് പറയുന്നത് മതത്തിൽ നിന്ന് പുറത്താക്കുന്ന വലിയ ശിർക്കാകുന്നു. ഫഹാദാ ലൈസ ബി മുസ്ലിം. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ, മരിച്ചവരോട് ഇസ്തിഗാസ നടത്തുന്നവൻ മുസ്ലിം അല്ല. ലാ തസിഹു സലാത്തുഹു ഫി നഫ്സിഹി. അവന്റെ നമസ്കാരം തന്നെ സാധുവല്ല. വലാ തസിഹു സലാത്തു മൻ ഖൽഫഹു. സാധു അല്ലാത്തവന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കുന്നവന്റെ നമസ്കാരവും സാധുവാവുകയില്ല. വയുസ്തറതു ഫിൽ ഇമാമി അൻ യകൂന മുഅ്മിനൻ ബില്ലാഹി വ ബിറസൂലിഹി. ഇമാം മുഅ്മിൻ, അല്ലാഹുവിൽ വിശ്വസിച്ചവനും പ്രവാചകനിൽ വിശ്വസിച്ചവനും ആയിരിക്കണം എന്നത് ഷർത്താക്കപ്പെട്ട കാര്യമാണ്. വയകൂനു ആമിലൻ ബിദീനിൽ ഇസ്ലാമി ളാഹിറൻ വ ബാത്തിന. പ്രത്യക്ഷമായും പരോക്ഷമായും അവൻ ഇസ്ലാം ദീൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായിരിക്കണം എന്നത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഷർത്താക്കപ്പെട്ട കാര്യമാകുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരുടെ ഇസ്തിഗാസ നടത്തുന്നവന്റെ പിന്നിൽ വെച്ച് നമസ്കാരം ആ നമസ്കരിക്കുന്ന ഇമാമിന്റേത് സാധുവല്ല, അവന്റെ പിന്നിൽ വെച്ച് നമസ്കരിച്ചാൽ അവന്റേതും സാധുവല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഗൗരവപൂർവ്വം മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അഹ്ലുൽ ഖിബ്ലയുടെ ഒന്നാമത്തെ വിവക്ഷയിൽപ്പെട്ട ആ ആളുകളിൽ